ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കേക്ക് വ്ളോഗാണ്. അപ്പോൾ ഈദിൻ്റെ അന്ന് നമ്മുടെ പെരുന്നാളിൻ്റെ അന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നൊരു 3 കേക്ക് ഓർഡേഴ്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഷെയർ ചെയ്യണത്. ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കും അതുപോലെ തന്നെ ഒരു 2 ടയർ റെഡ് വെൽവെറ്റ് കേക്കും 1/2 kg റെഡ് വെൽവെറ്റ് കേക്കും അതുപോലെ തന്നെ ഒരു 6 കപ്പ് കേക്ക് പിന്നെ ഒരു ലഞ്ച് ബോക്സ് കേക്ക് അങ്ങനെയാണ് ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനൊക്കെ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെരുന്നാളിൻ്റെ തലേന്നാണ് ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പകലന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേക്കുകളൊക്കെ. പിന്നെ രാത്രിയാണ് ഐസിങ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത്. അപ്പോൾ പെരുന്നാളിന് ആകെ ഒരു തിരക്കായിരിക്കുമല്ലോ, പിന്നെ വീട്ടിലെല്ലാവരും ഉള്ളതുകൊണ്ട് അത്ര റിസ്ക് ആയിട്ട് തോന്നി. എന്നാലും പെരുന്നാളിന് ഉണ്ടാക്കുമ്പോൾ ഒരു ഇത് കിട്ടുന്നില്ല. ആദ്യം ഞാൻ ലഞ്ച് ബോക്സ് കേക്കിനുള്ള കേക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലഞ്ച് ബോക്സ് കേക്കിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ആദ്യം അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഐസിങ് ആദ്യം തന്നെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതൊരു കുഞ്ഞു കേക്കല്ല, അപ്പോൾ കുഞ്ഞു കേക്ക് ആദ്യം തന്നെ കഴിഞ്ഞാൽ അത്രയും സമാധാനം. അപ്പോൾ എല്ലാ കേക്കും ആദ്യം ക്രം കോട്ടിങ് ചെയ്തിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതിന് പിന്നെ ലാസ്റ്റാണ് ഫൈനൽ ഫിനിഷിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാ കേക്കിൻ്റെയും ക്രം കോട്ടിങ് ആദ്യം തന്നെ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതാ ഇതിൻ്റെ ഐസിങ് ഒന്ന് കഴിച്ചിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയേക്കാം. പിന്നെ അതിൻ്റെ ബാക്കി പീസസ് ഉണ്ടാവുമല്ലോ, ഞാൻ അത് ഒരുമിച്ച് അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടാണ്. കപ്പ് കേക്കിനും ഈ ഒരു ലഞ്ച് ബോക്സും വാനില ഫ്ലേവറിലാണ്. അപ്പോൾ അത് ഒരുമിച്ച് ഉണ്ടാക്കി ഒരു 1 kg ബാറ്റർ ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കി പീസ് വെച്ചിട്ട് കുട്ടികൾക്കൊരു ചിന്ന കേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, ഒരു തട്ടിക്കുട്ടി കേക്ക്. പിന്നെ അതാ വൈറ്റ് ഫോറസ്റ്റ് കേക്കിനുള്ള കേക്ക് അതും അതുപോലെ റെഡ് വെൽവെറ്റിനുള്ള കേക്കൊക്കെ ഒന്ന് ലെയറാക്കി എടുക്കുകയാണ്. പിന്നെ ക്രീമും ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2.5 കപ്പ് വിപ്പിംഗ് ക്രീം ആദ്യം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രം കോട്ടിങ്ങിനുള്ള ക്രീം ആദ്യം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ക്രീമും ഒരുമിച്ച് ബീറ്റ് ചെയ്യാറില്ല. ആദ്യം ക്രം കോട്ടിങ്ങിന് ഒരുപാട് ഓർഡർ ഉണ്ടാകുമ്പോൾ ആദ്യം ക്രം കോട്ടിങ്ങിന് ആദ്യം ബീറ്റ് ചെയ്തെടുക്കും, പിന്നെ ഫൈനൽ ഫ്രോസ്റ്റിങ്ങും പിന്നെ ബീറ്റ് ചെയ്തെടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്. ഒരുമിച്ച് ബീറ്റ് ചെയ്യുമ്പോൾ അത് ബീറ്റായി കിട്ടില്ല. അപ്പോൾ ആദ്യം വൈറ്റ് ഫോറസ്റ്റിൻ്റെ ക്രം കോട്ടിങ് ചെയ്തെടുക്കുകയാണ്. എല്ലാ കേക്കും ക്രം കോട്ടിങ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഫൈനൽ ഫിനിഷിങ്ങിൻ്റെ സ്റ്റേജ് എത്തിയിട്ടുണ്ട്. അപ്പോൾ മുഴുവനായിട്ടൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഇതിൻ്റെ അന്നത്തെ തിരക്കൊക്കെ എങ്ങനെ ആയിരിക്കും, നമുക്ക് വേറെയും ഒരുപാട് പണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. സൈഡൊക്കെ സ്ക്രാപ്പർ വെച്ചിട്ട് വലിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ N1 നോസിൽ വെച്ചിട്ട് ഇതുപോലെ ഡിസൈൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ കുറച്ച് ചെറിയ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ പേര് എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ പേര് എഴുതാൻ ഞാൻ അത്ര എക്സ്പേർട്ട് അല്ല. ഞാൻ എപ്പോഴും നമ്മുടെ ഫോണ്ടൻറ്റിലൊക്കെയാണ് പേര് എഴുതാറ്. പേര് എഴുതാൻ കുറച്ച് പാടാണ്. അപ്പോൾ അത് പഠിച്ചിട്ട് എടുക്കണം. അത് ആദ്യം തന്നെ നമ്മൾ ഒരുപാട് തവണ ചെയ്തെങ്കിൽ അത് കറക്റ്റായിട്ട് വരുള്ളൂ. പക്ഷേ അപ്പോൾ ഇനി ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ എഴുതാൻ തുടങ്ങുന്നുള്ളൂ. അപ്പോൾ അത്ര ഫിനിഷിംഗ് ആയിട്ട് റൈറ്റിംഗ് എൻ്റെത് ആയിട്ടില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ എപ്പോഴും ഫോണ്ടൻറ്റിലാണ് പേര് എഴുതിയിട്ട് കൊടുക്കാറ്. അപ്പോൾ അതാ പേരും എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു റെഡ് വെൽവെറ്റ് 2 ടയർ കേക്കിനൊക്കെ ബ്ലൂ കളറിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്ലൂ കളറൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ക്രീമിൽ. അപ്പോൾ ഇതിൽ റോയൽ ഐസ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ് കേട്ടോ. മാജിക് കളേഴ്സിൻ്റെ ഐസ് ബ്ലൂ കളറാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എത്രയാണോ കളർ വേണ്ടത് അതിനനുസരിച്ച് ഇന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഐസിങ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ 2 ടയർ കേക്കിൻ്റെ അടിയിലുള്ള, അപ്പോൾ അത് 8 ഇഞ്ചിൻ്റെ മോൾഡിലാണ് നമ്മൾ ചെയ്തത്. 8 ഇഞ്ചിൻ്റെ മോൾഡിലും അതുപോലെ തന്നെ 6 ഇഞ്ചിൻ്റെ മോൾഡ് 1.5 kg 2 ടയർ കേക്കാണ് കേട്ടോ. അപ്പോൾ 8 ഇഞ്ചിൻ്റെ മോൾഡിലും അതുപോലെ 6 ഇഞ്ചിൻ്റെ മോൾഡിലുമാണ് റെഡ് വെൽവെറ്റ് കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് ഐസിങ് ചെയ്തിട്ട് എടുക്കുകയാണ്. ക്രം കോട്ടിങ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നല്ലോ. അപ്പോൾ ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്യാനുള്ളൂ. പിന്നെ ഇതിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ പിറ്റേ ദിവസമാണ് ഈ ഒരു ദിവസം രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം ഡെലിവറി ചെയ്യാൻ സമയത്താണ് ഇത് വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ലഞ്ച് ബോക്സും ഈ ഒരു സെയിം ക്രീം വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അതെല്ലാം ഒരാൾക്കുള്ളായിരുന്നു കേട്ടോ. ഈ ഒരു ലഞ്ച് ബോക്സും അതുപോലെ തന്നെ കപ്പ് കേക്കൊക്കെ ഒരാൾക്കുള്ള തന്നെ ആയിരുന്നു. അപ്പോൾ അതും ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കേക്കിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോൾട്ട് ലൈൻ കേക്ക് ഡെക്കറേഷന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, ഇത് കസ്റ്റമൈസ്ഡ് മോഡലായിരുന്നു. അവർ പറഞ്ഞിട്ടുള്ള രീതിയിലാണ്, ഏകദേശം ആ ഒരു രീതിയിലാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കണ്ടേ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാമെന്നൊക്കെ. അങ്ങനെ ഈ ഒരു 3 കേക്കുമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ലഞ്ച് ബോക്സും കപ്പ് കേക്ക്സും അത്രയാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ ഒരു 2 ടയർ കേക്കിന് വേണ്ടിയിട്ടുള്ള ഡിസൈനിങ് വർക്കുകളൊക്കെ ഫോണ്ടൻറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫൈനൽ ലുക്കാണ് ആ ഒരു കേക്കിന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ലഞ്ച് ബോക്സൊക്കെ ഞാൻ ലഞ്ച് ബോക്സിൻ്റെ ആ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പ് കേക്കിന് അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ കപ്പ് കേക്കൊക്കെ ഒരു ബോക്സിലാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഡെലിവറി ഒരേ സമയത്ത് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കേക്ക് മാത്രം അപ്പോൾ ചെയ്യണില്ല, അത് പിന്നീടാണ്, ആ ഒരു പിങ്ക് കളറിലുള്ള കേക്ക് പിന്നീടാണ് ഡെലിവറി ചെയ്യണത്. അപ്പോൾ ഈ ഒരു 2 കേക്കും ഒരുമിച്ചാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേക്ക് വ്ളോഗ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ, താങ്ക് യു.